നമസ്കാരം കൂട്ടുകാരെ. ഇന്നലത്തെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു? മെനങ്ങാന്ന് ഞാനും പറഞ്ഞതൊരു എന്തുവാണ്, കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ചിരുന്ന ബുധനാഴ്ചത്തെ എക്സ്പയറിയിൽ കൊടുങ്കാറ്റും വന്നില്ല, ഇളം കാറ്റും വന്നില്ല. പക്ഷേ ഇന്നലത്തെ എക്സ്പയറിയിൽ നല്ലൊരു ഉഗ്രം കാറ്റടിക്കുകയും ബാങ്ക് നിഫ്റ്റിയെക്കാട്ടിയും കൂടുതൽ നിഫ്റ്റി വല്ലാത്തൊരു മൂവ്മെൻ്റ് ആയിരുന്നു. 22,520 വരെ നിഫ്റ്റി ഫ്യൂച്ചർ വന്നു. അവിടുന്ന് സഡേന്ന് അടിച്ചിറങ്ങി 22,330 അടുപ്പിച്ച് ക്ലോസും ചെയ്തു. സോ വല്ലാത്തൊരു കിഡില എക്സ്പയറി ആയിരുന്നു. ഓപ്ഷൻ ബയേഴ്സിന് ബോത്ത് സൈഡിൽ പുട്ടിലും ഇടയ്ക്ക് ലാസ്റ്റ് സമയത്ത് പ്രോഫിറ്റ് നല്ല വന്നായിരുന്നു, കോളിലും കിട്ടിയായിരുന്നു. സോ നമസ്കാരം കൂട്ടുകാരെ, ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീക്കിലി ആൻഡ് മന്ത്ലി അനാലിസിസ് ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാകുന്ന രീതിയിൽ ഞാൻ പറയുന്നത്. നമ്മുടെ ഈ മാസത്തെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് എങ്ങനെ പോകുന്നു, ആ ഒരു രീതി എങ്ങനെയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്ന രീതിയിലാക്കി ഒരു വയ്ക്കുന്ന രീതിയിലാണ് ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ റിവ്യൂ. സോ നമസ്കാരം കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും? നല്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈവ് ട്രേഡിംഗ് റൂമിൽ നല്ല കിടിലൻ ട്രേഡ്സ് കിട്ടിയായിരുന്നു. നിഫ്റ്റിയിൽ IB എക്സെഷൻ ട്രേഡും കിട്ടിയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ മോർണിംഗിൽ POC ട്രേഡും നമുക്ക് കിട്ടിയായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മോർണിംഗ് 11 മണിക്ക് 12 മണിക്ക് മുമ്പേ നമ്മളെ ട്രേഡിൻ്റെ 12 കാലമൊക്കെ ആയപ്പോൾ 12:45 മുമ്പേ നമ്മുടെ മറ്റേ മോർണിംഗ് IB എക്സെഷൻ ട്രേഡ് എക്സിറ്റ് ആവുകയും മോർണിംഗ് 10:10 ആയപ്പോൾ APയുടെ ട്രേഡ് നമ്മൾ എക്സിറ്റ് ആവുകയും ചെയ്തു. നമ്മുടെ ലൈവ് മെൻറ്റർഷിപ്പ് റൂമിനകത്ത് ട്രേഡിങ്ങിൻ്റെ ഈ സപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. ഒരു വീക്കിലിയുടെ വ്യൂ ആണ്. നിഫ്റ്റി വീക്കിലി വ്യൂ നോക്കുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷനാണ്. ഡബിൾ അല്ല, ഒരു ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ പ്രൊഫൈലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. വിത്ത് POC ഓഫ് 22,113 നിഫ്റ്റിയുടെ POC. സോ ഇന്നലെ കഴിഞ്ഞ വീക്കിലെ POCയും ഏകദേശം ഇത് ഈ 22,075 ലെവലിലൊക്കെ ആയിരുന്നു. നിഫ്റ്റി അതിനെക്കാട്ടി മുകളിലാണ് POC വന്നിരിക്കുന്നത്. അതുകൂടാതെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന 22,328 നിഫ്റ്റിയുടെ ലാസ്റ്റ് ടിക്ക് നടന്നിരിക്കുന്നത്. നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ എക്സ്പയറി പ്രകാരം നിഫ്റ്റി നമുക്ക് ഈ മാസം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് ആണ്. അടുത്ത മാസം ഏപ്രിലാണ്. ഏപ്രിൽ പുതിയ മാസമാണ്. കൂടാതെ നമ്മുടെ ഇലക്ഷൻ അറിയാലോ, ഏറ്റവും വലിയൊരു ഇവൻ്റായ വൺസ് ഇൻ 5 ഇയർ നടക്കുന്ന ഒരു മെഗാ ഇവൻ്റായ ഇലക്ഷൻ അടുത്ത മാസം തൊട്ട് ഉണ്ട്. പല സ്റ്റേറ്റിലെ ഇലക്ഷൻ്റെ അനൗൺസ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇലക്ഷനൊക്കെ ആദ്യ ഘട്ടങ്ങളൊക്കെ ഏപ്രിൽ മാസം നടക്കാൻ പോവുകയാണ്. അതുകൂടാതെ ഏപ്രിൽ മാസത്തിൽ വളരെയധികം വോൾട്ടേജ് വരുന്ന വേറൊരു മാസം കൂടെ എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ ഫിനാൻഷ്യൽ റിസൾട്ട് ക്വാർട്ടർലി, മന്ത്ലി ആൻഡ് ക്വാർട്ടർലിയും ആൻഡ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൻ്റെ റിസൾട്ട് എല്ലാം വരുന്നത് അടുത്ത മാസങ്ങളിലായതുകൊണ്ട് മാർക്കറ്റ് പൊതുവേ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഹ്യൂജ് മൂവ്മെൻറ്റ്സ് തരാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ആ ഒരു സ്ട്രക്ചർ. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ കഴിഞ്ഞ ഈ വീക്ക് എന്ന് പറഞ്ഞൊരു ട്രെൻഡിങ് അപ്വേർഡ് വീക്കായിരുന്നു. POC നിൽക്കുന്നത് 22,113 പിന്നെ VWAP നിൽക്കുന്നത് 22,373 നമ്മുടെ വീക്കിലി ക്ലോസ് ചെയ്തിരിക്കുന്ന 22,328 റേഞ്ചിലാണ് നിഫ്റ്റി ക്ലോസും ചെയ്തിരിക്കുന്നത്. അപ്പം VWAPന് താഴെയും POCക്ക് മുകളിലൊരു മധ്യമായ ഒരു ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഒരു 45 മിനിറ്റ്സിൽ ഹ്യൂജ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ എക്സ്പയറി ഡേയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആക്ച്വൽ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ തിങ്കളാഴ്ച എങ്ങനെ ഏപ്രിൽ 1 നമുക്ക് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു എല്ലാം ഡിസൈഡ് ആയിരിക്കും നമ്മൾ ഈ ഏപ്രിൽ മാസം പോകുന്നത്. നമുക്ക് നോക്കാം ഇങ്ങനെ പോകുന്നു. സോ തിങ്കളാഴ്ച നമ്മളെ മാർക്കറ്റ് 22,373 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണ്. വീക്കിലി ബേസിസ് നോക്കുകയാണെങ്കിൽ അതിന് മുകളിൽ ഒരു 440 എന്ന് പറഞ്ഞൊരു സെല്ലിംഗ് റേറ്റ് ഉണ്ട്. ഈ 440 മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ 22,470 എന്ന് പറഞ്ഞാൽ ഒരു ഏതാണ് നമ്മുടെ ഒരു ബിഗ്ഗസ്റ്റ് POC ആയ കഴിഞ്ഞ ആഴ്ചത്തെ POC ഒരു റെസിസ്റ്റൻസ് എടുക്കും. നമ്മുടെ ഏപ്രിൽ മാസം ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്ന 22,468 സോ അതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിങ്ങിൻ്റെ ഓപ്പണിംഗ് നോക്കിയായിരിക്കും ബാക്കിയുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. സോ തിങ്കളാഴ്ച മാർക്കറ്റ് ഈ 468 470 താഴെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ എന്ത് ടെസ്റ്റ് ചെയ്യും? ഈ പറഞ്ഞ 376 അതിന് താഴെ ഈ 328 അതിന് താഴെ കുറേ സിംഗിൾസായ 22,249 അതിന് താഴോട്ട് 22,220 അതിന് താഴോട്ട് ഈ POC ആയ 22,113 ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് വീക്കിലി വ്യൂ ആണ്. ഒരിക്കലും നമ്മുടെ ഡെയിലി വ്യൂ ആയിട്ട് ഒരു ബന്ധപ്പെടുത്തി ചെയ്യാൻ പാടില്ല. സോ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നാളെ മാർക്കറ്റ് 22,470 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ
ഇവഞ്ച്വലി നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ഹൈ ആയ 22,612 ആ ലെവലിലേക്ക് നമ്മൾ വന്ന ലൈഫ് ടൈം ഹൈ ആയ 22,619-20 റേഞ്ചിലേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് മുകളിലോട്ട് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ടാർഗറ്റായ 22,801 അതിന് മുകളിൽ 23,015 നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊരു ലോങ് ലാസ്റ്റിംഗ് വ്യൂ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് 22,470 എന്ന റേറ്റ് 22,470 തിങ്കളാഴ്ച ഒരു ബിഗ്ഗസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായ ഈ 540 ഒരു സിംഗിൾ പ്രിൻറ്റ് വന്നിട്ടുള്ള 540യും അതിന് മുകളിൽ 22,620 വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി ട്രേഡ് അബോ 22,630 മുകളിൽ മാത്രം നമ്മൾ ഫർദറായിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ടാർഗറ്റിലേക്ക് പോയാൽ മതി. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു എന്താണ് മിസ്റ്റേക്ക് പറ്റിയപ്പോഴാണ് നമ്മൾ നിഫ്റ്റിയുടെ ഒരു പ്രൊഫൈൽ വ്യൂ ആണ്. ഇനി നമുക്ക് നോക്കുകയാണ് തിങ്കളാഴ്ച നമ്മൾ 22,468 എന്ന ലെവലിലാണ് നമ്മുടെ ഏപ്രിൽ മാസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ ഏപ്രിൽ മന്ത് ഫ്യൂച്ചർ 22,470 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ലെവൽ എന്തൊക്കെയായിരിക്കണം നോക്കണമല്ലോ. അപ്പോൾ താഴോട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 22,435 എന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നിഫ്റ്റിയിലുണ്ട്. അതിന് താഴെ ഈ 22,361 എന്ന സപ്പോർട്ടാണ്. ആ 22,361 താഴെ ഇന്നലത്തെ നമ്മുടെ ഫിനാൻഷ്യൽ ക്ലോസിങ്ങിൽ വന്ന മാർച്ച് മാസത്തെ ഫ്യൂച്ചർ ക്ലോസ് ചെയ്ത 22,326 അതിനോട് താഴെ ഈ സിംഗിൾ പ്രിൻ്റായ 22,247 ടെസ്റ്റ് ചെയ്യും. ഇവഞ്ച്വലി മാർക്കറ്റ് താഴോട്ട് വരുന്തോറും നമ്മുടെ POC ആയി ഈ കഴിഞ്ഞു പോയ വീക്കിലെ POC ആയ 22,213 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിലെ ഒരു മന്ത്ലി വ്യൂ നമുക്ക് എടുക്കാം. എന്തിനാണ് നമുക്ക് ഏപ്രിൽ മാസം എങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് നോക്കാൻ വേണ്ടി മന്ത്ലി വ്യൂയിലേക്ക് പോകാം. ഇത് വീക്കിലി വ്യൂ എന്ന് ഈ വരാൻ പോകുന്ന 5 ദിവസത്തിനൊക്കെ മാർക്കറ്റ് വളരെയധികം വോളറ്റൈൽ റേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. 22,470 എന്ന ഒരു റേഞ്ച് ആയിരിക്കും മാർക്കറ്റിനെ താഴോട്ടോ മുകളിലോട്ടോ കൊണ്ടുപോകുന്നത്. സോ നിങ്ങളുടെ ചാർട്ടിൽ 22,470 എന്ന ഫ്യൂച്ചർ ലെവൽ ഒരു മാർക്കിംഗ് നിങ്ങൾക്ക് വേണം. അത് നിങ്ങളെ ഈ പർട്ടിക്കുലർ വീക്കിൻ്റെ മൂവ്മെൻറ്റിനെ ഡിസൈഡ് ചെയ്തിരിക്കും. സോ തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് ഡിസൈഡ് ചെയ്തായിരിക്കും ഈ പറയുന്ന സ്ട്രക്ചറുകളെല്ലാം ഇവോൾവ് ആവുന്നത്. നമുക്ക് നിഫ്റ്റി നമ്മളെ തംബ്ലൈനിൽ പറഞ്ഞതുപോലെ 23,000 നിഫ്റ്റി പോകുമോ? അപ്പോൾ ഇന്നലെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ ചോദിച്ചു, സാറേ 23,000 നിഫ്റ്റി പോവോ, യൂസ് എനി ചാൻസ് ടു ഗോ ടു 23,000 എന്നൊക്കെ ചോദിച്ച് കുറേ ഈ മെസ്സേജ് വന്നായിരുന്നു. സോ 23,000 പോകാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ നമുക്ക് എങ്ങനെ നോക്കാം? ഈ മന്ത്ലിയുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. വീക്കിലി പ്രൊഫൈൽ വെച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അത് പോകും. പക്ഷേ മന്ത്ലി പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മന്ത്ലി പ്രൊഫൈൽ അനലൈസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും, പോകുമോ ഇല്ലയോ, മന്ത്ലിയുടെ POC എവിടെയാണ് ഫോം ചെയ്തേക്കുന്നത് ആ ഒരു ലെവൽ. VWAP എന്ന് പറഞ്ഞാൽ 22,370 അവസാനിക്കുന്നത്. പക്ഷേ മന്ത്ലിയുടെ POC നമ്മൾ എവിടെ സെറ്റ് ചെയ്തേക്കണം നോക്കണനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ 23,000 പോകുമോ ഇല്ലെന്നൊക്കെ വരുന്നത്. സോ ഞാൻ നമ്മളെ നിഫ്റ്റിയുടെ മന്ത്ലിയുടെ ഒരു ഏപ്രിൽ അതായത് മാർച്ച് മാസത്തിൻ്റെ മന്ത്ലി പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഏപ്രിൽ അനലൈസ് ചെയ്യാം. സോ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ ഈ മാസം അതായത് 22,000 നമ്മുടെ ഈ ഏപ്രിൽ മാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ഷന് വേണ്ടി നമ്മൾ മാർച്ച് മാസത്തിൻ്റെ പ്രൊഫൈൽ എടുത്തൊക്കെയാണ്. ഈ മാർച്ച് മാസത്തെ പ്രൊഫൈൽ വല്ലാത്തൊരു പ്രൊഫൈൽ നിങ്ങൾ കണ്ടോ? ഏകദേശം എത്രയാണ് മാർച്ച് മാസത്തെ ഹൈ എന്ന് പറഞ്ഞാൽ 21,795 മാർച്ച് മാസത്തെ ലോ എന്ന് പറഞ്ഞാൽ 21,795 മാർച്ച് മാസത്തെ ഹൈ എന്ന് പറഞ്ഞാൽ 22,620 കണ്ടല്ലോ. ഈ റേറ്റിലാണ് ഈ POC ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മന്ത്ലി POC ഫോം ചെയ്തിരിക്കുന്നത് 22,489. സോ നമ്മളെ പറഞ്ഞ പോലെ 22,470 എന്ന് പറഞ്ഞ ഏരിയ വീക്കിലിക്ക് ഇമ്പോർട്ടൻ്റ് പോലെ മന്ത്ലി പ്രൊഫൈലിനെ സംബന്ധിച്ച് 22,488 ഒരു സ്ട്രോങ് ഒരു ഏരിയയാണ്. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ 23,000 വരുമോ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ചാൻസ് ഉള്ളൂ. സോ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ VWAP എന്ന് പറഞ്ഞാൽ ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്ന 22,373 നമ്മുടെ ഏപ്രിൽ ഫ്യൂച്ചറിൻ്റെ ക്ലോസിങ് 22,468. സോ ഏപ്രിൽ ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ VWAPന് മുകളിലായതുകൊണ്ട് നമ്മൾ മൺഡേ ഓപ്പൺ ചെയ്യുന്ന റേറ്റ് 22,488 മുകളിൽ ക്ലിയറായി പറയുകയാണെങ്കിൽ 22,488 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രം നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റായ ഈ 22,620 ഹൈ ഈ മാർച്ച് മാസം വന്ന ഹൈയിലേക്കുള്ള ചാൻസ് ഉണ്ട്. ഈ 22,620 മുകളിൽ മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത ടാർഗറ്റായ 22,801 അതിന് മുകളിൽ ഞാൻ പറഞ്ഞ എന്താണ് തംബ്നെയിലിൽ പറഞ്ഞ
വെത്തുമോ എന്ന് പറഞ്ഞാൽ 23,015 വരാനുള്ള ചാൻസ് ഉള്ളൂ. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇത് ഏപ്രിൽ മാസത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ 22,488 എന്ന ഫിഗർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 488, ഈ 470 തൊട്ട് 490 പറഞ്ഞ ആ സോണ് ഈ വരുന്ന ദിവസങ്ങളിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുകയാണെങ്കിൽ ഇവഞ്ച്വലി നമ്മുടെ മാർക്കറ്റ് 22,801 അതിന് മുകളിൽ 23,015 പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ മന്ത്ലി വ്യൂ ഇപ്പോൾ നമ്മൾ മോളോട് പറഞ്ഞു 23,000 വരുമെന്ന് വെച്ചു, ആ ഒരു പ്രൊജക്ഷൻ പറഞ്ഞു. ഇനി അങ്ങോട്ട് എന്താണ് നമ്മളെ പ്രൊജക്ഷൻ നോക്കേണ്ടത് താഴോട്ടാണ്. സോ നമ്മുടെ നമ്മളെ VWAP ഈ POCക്ക് വില താഴെ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 22,373 നമ്മുടെ POC. ഈ POCക്ക് താഴെ അടുത്ത വരുന്നതായ ഏരിയയായ കുറേ HVN സോൺസ് ഉണ്ട്. 292, അതിന് താഴെ 245, അതിന് താഴെ 22,195, അതിന് താഴെ ഏതാണ് ഈ 22,086, അതിന് താഴെ വീണ്ടും ഏത് വരാം അടുത്ത ലെവലായ 21,990, അതിന് താഴെ അടുത്ത ഡിമാൻഡ് ഏരിയയായ ഈ 21,813 വരാം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം 22,488 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,000 പോകാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഈ 22,488, 22,490 എന്ന് പറഞ്ഞ ലെവൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് മാർക്കാണ്. ഒരു പൊസിഷണൽ പ്ലേയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഏപ്രിൽ മാസത്തെ ഒരു ഓവറോൾ വ്യൂവിന് വേണ്ടി അത് വളരെയധികം നിങ്ങളെ ഇമ്പോർട്ടൻ്റ് എടുക്കും. അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം ബയേഴ്സിൻ്റെ കൺട്രോൾ പോവുകയും സെല്ലിങ്ങിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. സോ നമുക്ക് ഈ മൺഡേ ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റും മൺഡേ ക്ലോസ് ചെയ്യുന്ന രീതിയും വെച്ച് നമുക്ക് ബാക്കിയുള്ള ഡെയിലി അനാലിസിസിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതാണ്. നമുക്കിപ്പോൾ നിഫ്റ്റിയുടെ ലെവൽ കഴിഞ്ഞല്ലോ, നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആവും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ 2 മാസം നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇലക്ഷൻ്റെ ഫസ്റ്റ് റൗണ്ട് വരാൻ പോകുന്നു, അത് കഴിഞ്ഞ് മെയ് തുടങ്ങുന്നു, മെയ്യിൽ ബാക്കിയുള്ള ഫൈനൽ റൗണ്ട് കലാശക്കൊട്ടുകളും കാര്യങ്ങളും നടക്കുന്നു, ജൂണിൽ ഇലക്ഷൻ വരാൻ പോകുന്നു. സോ ഇനി വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഈ ഒരു പ്രത്യേകിച്ച് പറഞ്ഞ ഈ മാർച്ചിൻ്റെ POC സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ ആ 22,488, 89 പറഞ്ഞ റേഞ്ച് നിങ്ങളെ സംബന്ധിച്ച് ഒരു കടുകട്ടി ഏരിയയാണ്. അതൊന്ന് വാച്ച് ചെയ്യുക. മൺഡേ എങ്ങനെ ഓപ്പൺ ചെയ്യണം നോക്കുക, നമുക്ക് അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഞാൻ ഈ പറഞ്ഞ 23,000 മുകളിൽ പോകുമെന്ന് പറഞ്ഞതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. എന്താണ്? 22,488, 90 റേഞ്ച് ഹോൾഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 23,000 വരാനുള്ള ചാൻസ് നമ്മളെ മുന്നിലുണ്ട്. നമുക്കതറിയാം വരുമെന്ന്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് പോവാം. ഈ ബാങ്ക് നിഫ്റ്റി ചെറുക്ക് എങ്ങനെ പോകണം നമുക്ക് നോക്കണമല്ലോ, അവ എങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പുതിയ മന്ത് പുതിയ എക്സ്പയറി പൊസിഷൻ കഴിഞ്ഞ ആഴ്ച ഇന്നലെ ട്രേഡിംഗ് തുടങ്ങിയായിരുന്നു. സോ അവൻ അതൊരു ഹയസ്റ്റ് ക്ലോസിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,600 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി വീക്കിലി അനാലിസിസ് പ്രകാരം കഴിഞ്ഞ വീക്കിൻ്റെ 47,493 എന്ന് പറഞ്ഞ POCക്ക് മുകളിലാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കംഫർട്ടബിളി VWAPും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മാസത്തെ ഈ വീക്കിലെ POC അവൻ വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ദർ ഇസ് എ ഗ്യാപ്പ്. അതായത് നമ്മളെ മാർച്ച് മാസത്തെ ഫ്യൂച്ചർ ക്ലോസ് ചെയ്ത സ്ഥലത്ത് നിന്നും 46,962 റേഞ്ചിൽ നിന്നും ഹൈയിൽ നിന്നും ഇന്നലത്തെ ഫ്യൂച്ചർ ഏപ്രിൽ മാസം വന്നത് 47,261 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്കുള്ള ഒരു 300 ഏകദേശം നമ്മളെ പറഞ്ഞ 260, 270 പോയിൻ്റ് ഒരു ഗ്യാപ്പ് സോൺ ഇപ്പോഴും കിടപ്പുണ്ട്. അതൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഫില്ല് ചെയ്യാതിരിക്കാം, ചിലപ്പം ഫില്ല് ചെയ്യാം. അത് നമുക്ക് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. അത് സിംഗിൾ പ്രിൻ്റർ ആക്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, സിംഗിൾ പ്രിൻ്റർ ആക്ട് ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഈ വീക്കിൻ്റെ POC ക്ലോസ് ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 46,768 അപ്പോൾ 46,768 നിൽക്കുന്നത്. ഇന്നലത്തെ കഴിഞ്ഞ വീക്കിന് മുമ്പത്തെ POC ആയ അതായത് കഴിഞ്ഞ വീക്കിലെ POC ആയ 47,493 മുകളിലാണ് ഈ ഫ്യൂച്ചറും ക്ലോസ് ചെയ്യുന്നത്. സോ ഇതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റായ 47,853, അതിന് മുകളിൽ 48,100, അതിന് മുകളിൽ അവ എവിടം വരെ പോവാം? 48,211, അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 48,512 ലെവലും. സോ 47,600 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഏതുവരെ പോകാനുള്ള ചാൻസ് ഉണ്ട്? ബാങ്ക് നിഫ്റ്റി 47,850, 48,100, 48,200, അതിന് മുകളിൽ 48,512 ലെവലിലേക്കും പോവാം. ഇനി താഴെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്യാപ്പ് സോൺ, അതായത് 490 റേഞ്ചിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അവൻ ഏത് പോവും? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 47,323, അതിന് താഴെ
ഈ 47,250 223 അതിന് താഴെ ഈ ഒരു ഗ്യാപ്സ് വന്ന ലോ ഇല്ലേ, സിംഗിൾ പ്രിൻറ്റ് കാണിച്ചേക്കുന്നുണ്ടല്ലോ, 46,968 ടെസ്റ്റ് ചെയ്യാം. ഈ 46,968 താഴെ കുറച്ച് താഴെയാണ് നമ്മുടെ കഴിഞ്ഞ വീക്ക് ഇന്നലെ കഴിഞ്ഞ വീക്കിൻ്റെ POC ആയ 46,769. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,490 എന്ന് പറഞ്ഞ ഒരു കഴിഞ്ഞ വീക്കിലെ POC ഒരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഈ പറഞ്ഞ ടാർഗറ്റുകളെല്ലാം വരാം. അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ പറഞ്ഞ ലോവർ ടാർഗറ്റ്സും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് മന്ത്ലി പ്രൊഫൈലിലേക്ക് നോക്കാം. കാരണം മന്ത്ലി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ആൾറെഡി ഒരു ദിവസം നമ്മൾ കഴിഞ്ഞു പോയി. കാരണം നമുക്ക് ഇന്നലെ പുതിയ കോൺട്രാക്റ്റ് വന്നു. സാധാരണ ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബാങ്ക് നിഫ്റ്റി പ്രത്യേക ഒരു ദിവസം മന്ത്ലി എക്സ്പയറി വന്നത്. അതിന് കഴിഞ്ഞ ഫെബ്രുവരി വരെ എല്ലാം ഒരുമിച്ചായിരുന്നു. ഇത്തവണ അതിനെ പിടിച്ച് പ്രത്യേകമാക്കി. അപ്പോൾ നമ്മൾ ഈ പ്രൊഫൈൽ അനാലിസിൽ ഒരു ഡിഫറൻസ് വരും. സോ ഈ പോയ മാർച്ച് മാസത്തെ POC ഓൾമോസ്റ്റ് സെയിം ആണ്. നിഫ്റ്റിയുടെ POC നിഫ്റ്റിയല്ല, ഈ ആഴ്ചത്തെ ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നതുപോലെ 46,769 വീക്കിലി POC. വീക്കിലി അല്ല, മന്ത്ലി POC ഹോൾഡ് ചെയ്തേക്കുന്നത്, മന്ത്ലി POC. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 46,600 പറഞ്ഞ വീക്കിലി VWAP അവിടെ തന്നെയാണ് ആശാൻ ക്ലോസ് ചെയ്തേക്കുന്നതും. അത് തന്നെയാണ് നമ്മുടെ VWAP എന്ന് പറഞ്ഞു. ഈ 47,600 മുകളിൽ ആശാൻ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി പ്രൊജക്ഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ 48,200, ഈ പറഞ്ഞ 1SD ബാൻഡായ 48,200, അതിന് മുകളിൽ 48,805 എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫൈലും വരാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ട് 47,600 താഴെ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി 1SD ഡൗൺവേർഡ് മാൻഡായ ഏതാണ് 46,990, അതിന് താഴോട്ട് 46,769. ഈ POC ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആ POC ഡിമാൻഡ് സോണായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതും ഈ 46,769 താഴെ ഈ 46,386 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ വലുതാക്കി തരാം. ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ അതായത് ഏത് മാസം, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 4 മാസം ആശാൻ ഒരേ ഓൾമോസ്റ്റ് 40 റേഞ്ച് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഹയർ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 44,400, 48,800, ഏകദേശം 4,400 പോയിന്റ് റേഞ്ചിനകത്താണ് നിൽക്കുന്നത്. അതിന് കാരണം എന്താണ്? HDFC ബാങ്കിൻ്റെ റിസൾട്ടിൻ്റെ ഒരു ഇഷ്യൂലാണ് ഈ ബാങ്ക് നിഫ്റ്റി അടിച്ചിറങ്ങിയത്. പക്ഷേ ബാക്കിയുള്ള ബാങ്കുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പം ഈ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇവിടെ ഒരു ബാലൻസ് വന്നതിന് ശേഷം ഈ ബാലൻസ് പ്രൊഫൈലിലൂടെ ഹൈ ബാലൻസ് പ്രൊഫൈലിൻ്റെ POC ആയ 46,125 തന്നെ സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ POCയിൽ സപ്പോർട്ട് എടുത്താണ് ആശാൻ കയറിയിരിക്കുന്നത്. അതിപ്പം നമുക്ക് നോക്കേണ്ടത് ഈ വരുന്ന 46,725, ഈ 769 എന്ന് പറഞ്ഞ ഈ ലെവലിൽ ഈ മാർച്ച് മാസ POC ഏപ്രിലിൽ വർക്കാവും നോക്കും. ആ POC നിൽക്കുകയാണെങ്കിൽ 47,600 മുകളിൽ ക്ലോസിങ് ചെയ്യുകയാണെങ്കിൽ കൂടെ നമുക്ക് ഈ പറഞ്ഞ 48,200, 48,805, അതിന് മുകളിൽ ഹയർ ചാൻസ് ആയ 49,410 വരാം. ഇനി ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 46,990, 46,768, അതിന് താഴെ 46,386, അതിന് താഴെ 45,781 3SD ബാൻഡും വരാം. സോ നിങ്ങൾ ഈ പറഞ്ഞ ലെവലുകളെല്ലാം ഓർത്ത് വെച്ചേക്കുക. നിഫ്റ്റി 23,000 വരുമെന്ന് പറഞ്ഞു. ആ വരുമെന്ന് പറഞ്ഞ ലെവൽസ് എന്താണ്? 22,490 എന്ന് പറഞ്ഞ ലെവലും. അപ്പോൾ ഈ ലെവലൊക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ഒരു മന്ത് ഓൺ മന്ത് വ്യൂവിൽ നമുക്കത് വളരെ ഹെൽപ്പ് ആയിരിക്കും. കാരണം ഇനി വരാവുന്ന മാസങ്ങളിൽ വളരെയധികം വോളറ്റിലിറ്റി മാർക്കറ്റിൽ വരാമാണ്. ആ വോളറ്റിലിറ്റി എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഭയങ്കര രീതിയിൽ ബാധിക്കും. അത് നമുക്ക് നോക്കണമെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള വ്യൂ വേണം. ആ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള വ്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മന്ത്ലി പ്രൊഫൈൽ നിങ്ങൾക്ക് പറഞ്ഞത്. സോ ഈ വീഡിയോ കാണുക, ഒരിക്കൽ കൂടി കാണുക, വീണ്ടും കാണുക, മാർക്ക് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, വീഡിയോയിലെ ലാസ്റ്റ് കാണും, അതിൽ ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നമ്മളെ ലൈവ് ട്രേഡിംഗ് റൂമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുക. ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഒരു അസറ്റ്. അത് നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യുക. സോ ഈ ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.